കാഴ്ച ബംഗ്ലാവ് എന്ന ഈ പന്തിയിൽ സാധാരണഗതിയിൽ വിമർശനാത്മകമായ പ്രതികരണങ്ങളാണ് പ്രത്യക്ഷപ്പെടാറ് പതിവുള്ളത്. അത് എതിർക്കപ്പെടേണ്ട, വിമർശിക്കപ്പെടേണ്ട ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ആരെങ്കിലും വ്യക്തിയോട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തോട് ഇഷ്ടാനിഷ്ടങ്ങൾ ഉള്ളതുകൊണ്ടോ സ്നേഹക്കൂടുതലോ സ്നേഹക്കുറവോ ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല. ഒരു പത്രപ്രവർത്തകൻ, ജേർണലിസ്റ്റ് എന്നും വസ്തുതകൾക്കൊപ്പം നിൽക്കണം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ 10-40 വർഷങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഈ കോളത്തിലെടുക്കുന്നത്. പക്ഷെ ഇന്ന് വളരെ വ്യത്യസ്തമായ, വളരെ പോസിറ്റീവായിട്ടുള്ള 2 വിഷയങ്ങൾ അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ, ചില ചിന്തകൾ ഈ കോളത്തിൽ കൈകാര്യം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 2 വാർത്തകളാണ്, രണ്ടും ഉത്തരേന്ത്യയിൽ നിന്നുള്ളതാണ്. മതദ്വേഷത്തിൻ്റെയും മതവിശ്വാസ വ്യത്യാസങ്ങളുടെയും കാലുഷ്യവും കറയുമകുന്ന മനസ്സുകളിൽ എങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം, ഇതിൻ്റെയൊക്കെ സൗന്ദര്യ ചിത്രങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് ഈ കോളത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആറ്റുകാലമ്മയുടെ പൊങ്കാലയായിരുന്നു. 10,000-കണക്കിന് ആളുകൾ ആറ്റുകാലമ്മയെ ഭജിച്ച് തിരുവനന്തപുരത്തിന്റെ നഗരവീതികളിൽ പൊങ്കാലയിട്ട് ആത്മകർഷം അനുഭവിച്ച് വീടണയുന്നതിന്റെ ചിത്രങ്ങൾ നമ്മൾ അതേ ദിവസം ടെലിവിഷൻ ചാനലുകളിൽ അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ടു. പിന്നെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, വാർത്തകൾ, ചിത്രങ്ങൾ ഇതൊക്കെ കണ്ടു. അവിടെയും നമ്മൾ കണ്ടത് മത സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ നിഴൽ വീണ് കിടക്കുന്ന മനോഹരങ്ങളായ ചിത്രങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പൊങ്കാലയിടാൻ വന്ന 10,000-കണക്കിന് സ്ത്രീ വിശ്വാസികൾക്ക് നഗരത്തിലെ ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങൾ തുറന്ന് അവർക്ക് അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ ചിത്രങ്ങൾ, വാർത്തകൾ സന്തോഷം തരുന്നതാണ്. പാളയത്ത് ജുമാ മസ്ജിദിൽ, അതുപോലെ തന്നെ തമ്പാനൂരിലെ മുസ്ലിം ദേവാലയത്തിൽ, മണക്കാട്, ഇവിടെയൊക്കെ ആ ദേവാലയങ്ങൾ ഈ ഹിന്ദു മതവിശ്വാസികൾക്കായിട്ട് തുറന്നു കൊടുത്തതിന്റെ വാർത്തകൾ. അവിടെ അവർക്ക് കുടിവെള്ളം ഒരുക്കിയിരുന്നു, വിശ്രമിക്കാനുള്ള അവസരമുണ്ടായിരുന്നു, ശുചിമുറികൾ ഉപയോഗിക്കാൻ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരു ദിവസം മുഴുവൻ നഗരത്തിൽ ചെലവഴിക്കുമ്പോൾ, നഗരമധ്യത്തിൽ, അപ്പോൾ ഈ ശുചിമുറികളുടെയൊക്കെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. മണക്കാട് ജുമാ മസ്ജിദിൽ ഭക്ഷണം ഒരുക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പാളയത്തെ സെന്റ് ജോസഫ് ദേവാലയം, അവിടെ 3 ഹോളുകളാണ് ഉള്ളത്. ആ 3 ഹോളുകളും ഈ പൊങ്കാല അർപ്പിക്കാൻ വന്ന വിശ്വാസികൾക്കായിട്ട് തുറന്നു കൊടുത്തു, അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി. കാരണം അവർ പൊങ്കാല ഇട്ടതിന് ശേഷം വെയിലത്ത് ഇരുന്ന് വാടിപ്പോകാതെ വിശ്രമിക്കാൻ വേണ്ടി അവർക്ക് ഈ ദേവാലയത്തിലെ 3 ഹോളുകൾ തുറന്നു കൊടുത്തു. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ശുചിമുറി സൗകര്യങ്ങൾ, കുടിവെള്ളം, സംഭാരം ഒക്കെ ഒരുക്കിയിരുന്നു. അവിടുത്തെ ഇടവക വികാരി തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. പട്ടത്താണെങ്കിൽ സെന്റ് മേരീസ് ദേവാലയം, അവിടെ വിശാലമായ സ്ഥലമാണുള്ളത്. അത് മുഴുവൻ അവിടെ ഈ പൊങ്കാല അർപ്പിക്കാൻ വന്നവരെ കൊണ്ടുവന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തു. ഒരു ദിവസം മുഴുവൻ, ഒരു പകൽ മുഴുവൻ അവിടെയും കുടിവെള്ളവും ശുചിമുറി സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന, ഇന്നത്തെ പ്രത്യേകിച്ച് ഈ കെട്ടകാലത്ത് പരസ്പരം എങ്ങനെ തമ്മിൽ തല്ലിക്കാമെന്ന് വിചാരിച്ച ആളുകൾ ഓരോ വിഷയങ്ങൾ തപ്പി നടക്കുന്ന ഇന്നത്തെ ഈ സമയത്ത് ഇതൊക്കെ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിന് തണുപ്പ് നൽകുന്ന ചില ചിത്രങ്ങളാണ്. അതുപോലെയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് 2 സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ചിത്രങ്ങൾ നമ്മൾ കാണുന്നത്. കരുതലിന്റെ കരം കോർത്ത് ഉത്തരേന്ത്യ എന്ന് തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പത്രം അതിന് ശീർഷകം നൽകിയിരിക്കുന്നത്. ഹോളിയും റമദാൻ നോമ്പിലെ വെള്ളിയാഴ്ച നമസ്കാരവും ഒരേ ദിവസം വരുന്നതിനാൽ ആ വെള്ളിയാഴ്ചയിലെ നമസ്കാരം ഉച്ചയ്ക്ക് ശേഷമാക്കാൻ ഉത്തരേന്ത്യയിലെ പ്രധാന മുസ്ലിം മസ്ജിദുകളിലെ അതിന്റെ ഭാരവാഹികൾ തീരുമാനിച്ചു എന്നാണ് ഇതിലെ ആദ്യത്തെ വാർത്തയിൽ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹോളി വരുന്നു, അതുപോലെ തന്നെ റംസാൻ ആഴ്ചയിലെ വെള്ളിയാഴ്ച, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് 2 മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. രണ്ടും ഒരേ സമയത്ത് ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, അത് സംഘർഷങ്ങൾക്കുള്ള വലിയ സാധ്യതകളായിരിക്കും തുറന്നിടുക. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അയോധ്യ, ലക്നൗ, അതുപോലെ സംഭാൽ, ഹരിദ്വാർ മുതലായ സ്ഥലങ്ങളിലെ മുസ്ലിം ദേവാലയങ്ങളിലെ നമസ്കാര സമയം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം ആക്കുന്നതിന്
തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ കാര്യമാണ്. നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ സംഭാരം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വലിയ തോതിൽ സംഘർഷങ്ങൾ, അതിന്റെ സാധ്യതകൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കോടതിയുടെ നിർദ്ദേശപ്രകാരം സർവേക്കായി ഒരു സംഘം എത്തുകയും ഒരു സംഘം ആളുകൾ അതിനെ തടയുകയും അതിനെ തുടർന്നുണ്ടായ വെടിവെപ്പിൽ, പോലീസ് വെടിവെപ്പിൽ 4-5 പേര് മരിക്കുകയും ചെയ്ത ഒരു സ്ഥലമാണ്. അവിടെ എപ്പോൾ വേണമെങ്കിലും ഒരു കലാപത്തിന്റെ തിരി കത്തിച്ചിട്ടാൽ പൊട്ടിപ്പടരാവുന്നതേ ഉള്ളൂ. അപ്പോ ആ സംഭാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട മസ്ജിദുകളില് ഈ നമസ്കാര സമയം മാറ്റുന്നു എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നതല്ല. പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് നമ്മുടെ സാധാരണ മനുഷ്യന്മാര് മനസ്സില് പഴയ സൗഹൃദവും കരുതലും സ്നേഹവും ഒക്കെ നിലനിൽക്കുന്ന ആളുകളെടുത്ത തീരുമാനങ്ങളാ. അല്ല സർക്കാർ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടോ അല്ല. യുപിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതിനെ പ്രശംസിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ സാധാരണ മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടാകുന്ന സ്നേഹത്തിന്റെ വികാരത്തിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളാണ്. ഇങ്ങനെ ഹോളിയും റമദാനും ഒന്നിച്ചു വരുന്നത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കണമെന്നാണ് അയോധ്യയിലെ സെൻട്രൽ മസ്ജിദിന്റെ പ്രസിഡന്റ് പറഞ്ഞത്. ഈ അവസരത്തെ പറ്റി അല്ലെങ്കിൽ ഈ തീരുമാനത്തെ പറ്റി പറഞ്ഞത്. ഇത് അയോധ്യയിൽ മാത്രമല്ല, ഈ ഹരിദ്വാറിലൊക്കെ ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. വളരെ സ്വീകാര്യമായ, അല്ലെങ്കിൽ ഇന്നത്തെ കെട്ടകാലത്ത് പഴയതുപോലെ അല്ല. ഇന്ന് രാജ്യത്തെ അവസ്ഥ വേറെയാ. ഇന്ത്യയിൽ നിന്ന് ഏറെ അഭിമാനിച്ചിരുന്ന ഈ നാനാത്വത്തിൽ ഏകത്വം, ആ ഒരു നമ്മുടെ സങ്കല്പമൊക്കെ തകർന്നു പോകത്തക്ക രീതിയിൽ പരസ്പരം ജാതി സ്പർദ്ധയും അല്ലെങ്കിൽ മതസ്പർദ്ധയും വളർത്താനുള്ള ശ്രമങ്ങൾ പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള ഒരു തീരുമാനം ഉണ്ടായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, മധുര, യുപിയിലെ മധുര വൃന്ദാവൻ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. വൃന്ദാവൻ ബാങ്കെ ബിഹാരി ക്ഷേത്രം, അതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അവിടെ സാധാരണഗതിയിൽ കാലാകാലങ്ങളായി അല്ലെങ്കിൽ തലമുറകളായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, മുസ്ലിം കരകൗശല വിദഗ്ധരാണ് ആ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിൽ ചാർത്താനുള്ള ഉടയാടകളും കിരീടങ്ങളും ഒക്കെ നിർമ്മിക്കുന്നത്. അതവരുടെ ഒരു അവകാശം പോലെയാണ്. എത്രയോ കാലമായിട്ട് അവിടുത്തെ മധുരയിലെ അല്ലെങ്കിൽ വൃന്ദാവനിലെ മുസ്ലിം കലാകാരന്മാർ ചെയ്യുന്ന ഒരു ജോലിയാണ്. പക്ഷേ ഈ വർഷമായപ്പോഴേക്ക് അതിൽ ചില വ്യത്യാസങ്ങൾ വരികയാണ്. അതായത് മുസ്ലിം കരകൗശല വിദഗ്ധന്മാര് തുന്നിയ ഉടയാടകളോ അല്ലെങ്കിൽ അവർ നിർമ്മിച്ച കിരീടങ്ങളോ യാതൊരു കാരണവശാലും ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിൽ ചാർത്താൻ പാടില്ല എന്നൊരു ആവശ്യം ഉയരുകയാണ്. ഇത് പറഞ്ഞത് ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി സംഘർഷ ന്യാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘടനയുടെ അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ തലവനായ ദിനേശ് ശർമ്മ, ഇയാളാണ് ഈ ആവശ്യം ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ക്ഷേത്ര പൂജാരിമാരുടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. രണ്ടാമതൊരു ആലോചന കൂടാതെ അവിടുത്തെ പൂജാരിമാര് ഈ ആവശ്യം നിരാകരിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ മുസ്ലിം സഹോദരന്മാരാണ് ഈ ജോലി ചെയ്തത്, അല്ലെങ്കിൽ വിഗ്രഹത്തിൽ ചാർത്താനുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഉടയാടകൾ അതുപോലെ തന്നെ കിരീടങ്ങൾ അതൊക്കെ ഉണ്ടാക്കുന്നവരാണ്. ഇപ്പോൾ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന വ്യക്തിയുടെ പേരിൽ, അതാരുമായിക്കൊള്ളട്ടെ, അതിന്റെ പേരിൽ ആരെയും ഇക്കാര്യത്തിൽ നിന്ന് തടയാൻ ക്ഷേത്രത്തിന് സാധിക്കില്ല. ക്ഷേത്രം അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാലാകാലങ്ങളായിട്ട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഇരിക്കുന്ന ഈ മുസ്ലിം കരകൗശല വിദഗ്ധരുടെ ഇക്കാലത്തെ അത്രയും സേവനം മറക്കാനും ആവില്ല എന്ന് അവിടുത്തെ പൂജാരിയായ ജ്ഞാനേന്ദ്ര കിഷോർ ഗോസ്വാമി എന്ന ആള് പറഞ്ഞു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തില്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വേണമെങ്കിൽ ഇതൊരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാവുന്നതാണ്. അവിടെ മധുര ക്ഷേത്രത്തിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ വളരെ ശക്തമായിട്ട് നിൽക്കുക. BJPയും സംഘപരിവാറും അതിങ്ങനെ വളരെ സജീവമായി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇതൊന്ന് ആലോചിക്കണം. അവിടുത്തെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ചാർത്തുന്ന ഉടയാടകൾ അല്ലെങ്കിൽ കിരീടങ്ങൾ അതൊന്നും ഒരു മുസ്ലിം കരകൗശല വിദഗ്ധനെ കൊണ്ട് ഉണ്ടാക്കിക്കണ്ട, അവരുണ്ടാക്കിയത് ഉപയോഗിക്കണ്ട എന്ന് പറയുമ്പോൾ അത് കത്തിപ്പെടാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. പക്ഷെ അവിടെ ഇതിനേക്കാളൊക്കെ ഉപരിയാണ് മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം, സൗഹൃദം അല്ലെങ്കിൽ പരസ്പര വിശ്വാസം, ബഹുമാനം എന്ന് മനസ്സിലാക്കിയ ആ ക്ഷേത്രത്തിലെ പൂജാരിമാര്, അവരിൽ പ്രമുഖനായ ജ്ഞാനേന്ദ്ര കിഷോർ ഗോസ്വാമി എന്ന ആള് ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. എങ്ങനെ ഇത്തരത്തിലുള്ള വളരെ സങ്കീർണങ്ങളായ
അല്ലെങ്കിൽ വൈകാരികമായ വിഷയങ്ങളെ ഉപയോഗിക്കാം. അവരവരുടെ രാഷ്ട്രീയത്തിന്, അവരവരുടെ സംഘടനകളുടെ താല്പര്യത്തിന് അനുരൂപമായിട്ട് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോഴത്തെ ആളുകൾ. അവിടെയാണ് ഈ വ്യത്യസ്തമായ തീരുമാനം ഉണ്ടാകുന്നത്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതുണ്ടാക്കുന്ന അനുകൂല ഫലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന് കരുതുകയാണ്. പക്ഷെ നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ BJP RSSകാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം തുഷാർ ഗാന്ധി ഇവിടെ വന്നിരുന്നു. മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രനാണ്. ഇവിടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവുമായി ശിവഗിരിയിൽ നടന്ന വളരെ ചരിത്രപ്രധാനമായ ഒരു സംഭാഷണം, ഒരു കൂടിക്കാഴ്ച, അതിന്റെ 100ാം വാർഷികം, അതിന് പങ്കെടുക്കാൻ വേണ്ടി കൂടി വന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പേരിൽ നെയ്യാറ്റിൻകരയിലെ BJPക്കാരും RSSകാരും തടഞ്ഞു വെച്ചു. RSSും BJPയും രാജ്യത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തിയിരിക്കുന്നു എന്നാണ് തുഷാർ ഗാന്ധി നെയ്യാറ്റിൻകരയിൽ പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നും അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ഇതാണ് BJPക്കാരെയും RSSകാരെയും പ്രകോപിപ്പിച്ചത്. ഇതിപ്പോ ഇന്ത്യയിലെ സ്ഥിതി ഇപ്പോൾ അതാണ്. ആരും BJPയെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ BJP ഭരണകൂടത്തെ വിമർശിക്കാൻ പാടില്ല. RSSനെ കുറിച്ച് വിമർശനാത്മകമായിട്ടൊന്നും പറയാൻ പാടില്ല. അവരുടെ നിലപാടുകളെ നമ്മൾ എതിർക്കാൻ പാടില്ല. വന്ന് നരേന്ദ്ര മോദി മുതൽ താഴെ BJPയുടെ ഒരു വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് വരെയുള്ളവരെ വിമർശിക്കുന്ന എന്തോ രാജ്യദ്രോഹ കുറ്റമാണ് എന്ന രീതിയിലാണ് BJPയുടെയും RSSന്റെയും ആളുകൾ എടുക്കുന്നത്. തുഷാർ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നൽകിയിരിക്കുന്ന ഒരു അവകാശവും അധികാരവുമാണ്. BJPയെ കുറിച്ചോ RSSനെ കുറിച്ചോ അവർ പിന്തുടരുന്ന പ്രത്യയശാസ്ത്രത്തെ കുറിച്ചോ ആ പ്രത്യയശാസ്ത്രം എങ്ങനെ രാജ്യത്തിന്റെ ആത്മാവിനെ മുറിപ്പെടുത്തുന്നുവെന്നോ പറയാനും അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉള്ളതാണ്. പിന്നെ എന്തിന്റെ പേരിലാണ് ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ലോകമാദരിക്കുന്ന തുഷാർ ഗാന്ധിയെ പോലൊരാളെ നിങ്ങൾക്ക് റോഡിൽ തടയാൻ സാധിക്കുന്നത്? ഇത് ഒരു വ്യക്തിയുടെ വളരെ അടിസ്ഥാനപരമായ മൗലികാവകാശത്തിന്റെ ലംഘനമാണ്. അഭിപ്രായം പറയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ്. അദ്ദേഹത്തെ തടഞ്ഞ RSS BJPക്കാർ പറഞ്ഞത് തുഷാർ ഗാന്ധി പറഞ്ഞത് പിൻവലിക്കണമെന്ന്, അല്ലെ തിരുത്തി പറയണമെന്നാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അദ്ദേഹത്തിനെ വിട്ടയക്കില്ല, അദ്ദേഹത്തെ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. അവർക്ക് തുഷാർ ഗാന്ധി ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ ശരീരത്തിലൂടെ ഗാന്ധിജിയുടെ രക്തമാണ്. വെള്ളക്കാരെ വിറപ്പിച്ച ഒരാളാണ് ഗാന്ധിജി. അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരില് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് മോചനം നേടിയ ആളല്ല ഗാന്ധിജി. അല്ലെ ഗാന്ധിജിയോട് ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അവരാരും അത്തരക്കാരായിരുന്നില്ല. ഇതൊക്കെ ഇവിടെ ചപ്പയോട് പിള്ളേരോട് പറയുന്ന പോലെയാണെന്ന് ഈ RSSകാര് വിചാരിച്ചത്. ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തടഞ്ഞു നിർത്തി കെരാമോ ചെയ്തിട്ട് ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങളൊക്കെ വിളിപ്പിച്ച ചരിത്രമുണ്ട്. അതുപോലെ തുഷാർ ഗാന്ധിയുടെ അടുത്ത് നടക്കുമെന്നാണ് ഇവർ വിചാരിച്ചത്. അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് സിന്ദാബാദ് വിളിച്ചിട്ടാ പോയത്. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ ഒരു സംസ്ഥാന നേതാവ് എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാന സെക്രട്ടറി, ധാരാളം സെക്രട്ടറിമാരിൽ ഒരാള്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ വെറുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് തുഷാർ ഗാന്ധി മനോരോഗിയാണെന്നാണ്. ഈ പറഞ്ഞ വ്യക്തി എവിടെ നിൽക്കുന്നു? തുഷാർ ഗാന്ധി എവിടെ നിൽക്കുന്നു? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രുചികരമല്ലാത്ത ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരില് തുഷാർ ഗാന്ധിയെ പോലൊരാളെ വിശേഷിപ്പിച്ചത് മനോരോഗി എന്നാണ്. വേറെ പല വിമർശനങ്ങളും ഉണ്ടായി. അർബൻ നക്സലൈറ്റുകൾക്ക് മനസാക്ഷിയും തലച്ചോറും ഒക്കെ പണയപ്പെടുത്തിയ ആളാണ് തുഷാർ ഗാന്ധി എന്നൊക്കെ BJPയുടെ ചില ആളുകള് അദ്ദേഹത്തെ വിമർശിക്കുകയുണ്ടായി. ഇവരൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? മഹാത്മാഗാന്ധി എവിടെ നിൽക്കുന്നു? ഇവരുടെയൊക്കെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ മഹാത്മാഗാന്ധിജിയുടെ പിന്നെ നെഹ്റുവിന്റെ ഇവരുടെയൊക്കെ ലെഗസി ഇന്ത്യയിൽ തകർക്കണം എന്നുള്ളതാണ്. ഗാന്ധി സ്മരണ തമസ്കരിക്കണം, അതാണ് ഇവരുടെ ആഗ്രഹം. പക്ഷെ അതൊന്നും ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നില്ല. ആ നിരാശയിൽ നിന്ന്, ആ ഫ്രസ്ട്രേഷനിൽ നിന്നാണ് ഗാന്ധിജിയെ പറ്റി സംസാരിക്കുന്നവരെ, ഗാന്ധിസത്തിന്റെ പ്രസക്തിയെ പറ്റി ഓർമ്മിപ്പിക്കുന്നവരെയൊക്കെ വഴിയിൽ തടയാൻ ഈ BJPക്കാരും RSSകാരും തയ്യാറാവുന്നത്. നമ്മൾ വൃന്ദാവനിലെ മുഖ്യ പൂജാരിയായ ജ്ഞാനേന്ദ്ര കിഷോർ ഗോസ്വാമിയെ പറ്റി പറഞ്ഞല്ലോ. അദ്ദേഹം എടുത്ത നിലപാടുകളെ പറ്റി നമ്മളിവിടെ വിശദമായിട്ട് പറഞ്ഞു. ഇവിടെ കേരളത്തില് തുഷാർ ഗാന്ധിയെ മാനസിക രോഗി എന്ന് വിളിക്കുന്നവര് വാസ്തവത്തിൽ ചെയ്യേണ്ടത് വൃന്ദാവൻ വരെ പോയിട്ട് ഈ പൂജാരിയുടെ മുമ്പില് ദണ്ഡ നമസ്കാരം ചെയ്യുക എന്നതാണ്.
എങ്കിൽ മാത്രമേ ഹിന്ദു ധർമ്മം എന്താണെന്ന് ഇത്തരക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ.